ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ അവർ ലൈഫ് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ച് ഷൂട്ട് ചെയ്തു. എന്താ രാവിലെ കല്ലു ഞങ്ങളെ വന്ന് ഉണർത്തി. ജനലിൽ കൂടെയാണ് ആള് കയറി വരുന്നത് കേട്ടോ. ഞാൻ ഇവരെ കൊണ്ടുവന്ന ആദ്യത്തൊരു 3 വർഷം വരെയൊക്കെ എൻ്റെ കൂടെ തന്നെ ആയിരുന്നു ഇവര് രാത്രിയൊക്കെ കിടക്കുന്നത്. അപ്പോൾ എനിക്ക് കുറെ ഉറക്കമൊന്നും ശരിയാവില്ല. കാര്യം 2 മണിക്കും ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുണർത്തും. അപ്പം അങ്ങനെ ഉറക്കം ശരിയാതെ നല്ലതുപോലെ എനിക്ക് BP ഒക്കെ ലോ ആയിട്ടുണ്ടായിരുന്നു. നല്ല BP ഇഷ്യൂ വന്നു ഉറക്കം ശരിയാവാണ്ട്. അങ്ങനെ പിന്നെ നൈറ്റ് ഒക്കെ വരെ കൂടെ നിർത്തിയിട്ട് താഴത്തെ റൂമിലാക്കും കേട്ടോ. എന്നിട്ട് അമ്മ രാവിലെ തുറന്നു വിടുമ്പോഴത്തേക്കാണ് ആള് ഇറങ്ങി ചാടി ജനൽ വഴി വരുന്നത്. എന്നിട്ട് വന്നിങ്ങനെ ഇരുന്ന് താഴെ പോകുമ്പോഴേ വരത്തുള്ളൂ. കേശു കയറി വരാൻ എക്സ്പേർട്ട് അല്ല ഈ ജനൽ വഴി, അതുകൊണ്ടാണ് കല്ല് മാത്രം കയറി വരുന്ന. അപ്പൊ കല്ലിന് മാത്രമേ ഈ റൂട്ട് ക്ലിയർ ഉള്ളൂ. അതുകൊണ്ട് പുള്ളിക്കാരി കയറി വന്ന് എപ്പോഴും ഇങ്ങനെ വിളിച്ചമർത്തി പോകുന്നവരെയും കൂടെ തന്നെ കാണും. പിന്നെ ചാടിയൊന്നും പോകത്തില്ല. കാരണം ഫുഡ് കറക്റ്റ് സമയത്തിനാണ് ആള് കയറി വരുന്നത്. എന്നിട്ടിങ്ങനെ കുറച്ചിടയ്ക്ക് ഇരുന്ന് കുറച്ചിങ്ങനെ തടവി കൊടുക്കുമ്പോൾ ഒന്ന് ചില്ലായിട്ടൊക്കെ ഇരുന്ന ശേഷം പിന്നെ പോകുമ്പോൾ താഴെ വരും കൂടെ. അപ്പോൾ ഫ്രഷ് ആയിട്ട് വന്നിട്ട് ബെഡ് സെറ്റ് ചെയ്ത് ഇടുന്നതാണ് ഫസ്റ്റ് പരിപാടി. അപ്പൊ നമ്മൾ ഇതിന്റെ മുകളിൽ വേറെ ഒരു ഷീറ്റ് കൂടെ വിരിക്കും. അതൊരു കോട്ടൺ ഷീറ്റാണ് കേട്ടോ. അപ്പൊ കിടക്കുന്നതിൽ മുടി അധികം പിള്ളേരെപ്പോഴും കയറുന്നതല്ലേ, പിടിക്കാതിരിക്കാനാണ് ആ കോട്ടൺ ഷീറ്റ് വിരിക്കുന്നത്. അതാവുമ്പോഴത്തേക്ക് അതിൽ ഹെയർ പെട്ടെന്ന് പിടിക്കത്തില്ല. അത് നമ്മൾ കിടക്കാൻ നേരത്തെ അതങ്ങ് റിമൂവ് ചെയ്യും. അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാൻ ഇറങ്ങാൻ നേരത്ത് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് അപ്പുറത്തെ പറമ്പില് കല്ലു വിശാലമായിട്ട് നിൽക്കുന്ന കണ്ടത്. ഡോറ് തുറന്നപ്പോഴത്തേക്ക് ആള് ഡോറിൽ കൂടെ ഇറങ്ങി ടെറസിൽ പോയിട്ട് അപ്പുറത്ത് ചാടിയതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ടെറസിൽ വന്ന് നോക്കിയിട്ട് വിളിച്ച സമയത്ത് ഇങ്ങ് കയറി വന്നു. അങ്ങനെ അവളുടെ സ്ഥിരം ഒരു പോയിന്റ് ആണ് ഈ ചാടി കയറുന്ന പോയിന്റ് എന്ന് പറയുന്നത്. വേറെ ആരും ഇവിടെ ഈ ഹൈറ്റ് കയറത്തില്ല. അവള് കയറുമ്പോൾ എനിക്ക് തന്നെ പേടിയാവും കാണുമ്പോഴത്തേക്ക്. ആള് 2-3 വട്ടം ഒന്ന് സംശയിച്ചിട്ടാണ് കയറുന്നത്. കാരണം അങ്ങോട്ട് നടക്കുന്നത് പിന്നെ ഒന്ന് നോക്കും, ആ പോയിന്റിൽ നിന്ന് കയറണോ ഈ പോയിന്റിൽ നിന്ന് കയറണോ നോക്കിയിട്ടാണ് പിന്നെ വന്ന് കയറുന്നത്. അപ്പൊ എപ്പോഴും അവിടെ നിന്നാണ് കയറി മുകളിലോട്ട് വരാറുള്ളത്. എന്നാലും ഒരു സംശയം അടിച്ചിട്ടേ കയറാറുള്ളൂ ആളെപ്പോഴും. അങ്ങനെ വിളിച്ചപ്പോ ഇങ്ങ് കയറി വരാണ്. നമ്മളോട് താഴെ വരാൻ വേണ്ടിയിട്ട് കിട്ടിയ ഗ്യാപ്പിന് അപ്പുറം ചാടിയിട്ട് തിരിച്ചു വിളിച്ചപ്പം കയറി വരാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്. കയറും എന്തായാലും ആള്. കല്ല് ചാടിക്കയറി വന്നിട്ട് പിന്നെ അവിടെ അങ്ങ് ഇരിപ്പായി. ഇനി ഞാൻ എടുത്തോണ്ട് പോയാലേ വരത്തുള്ളൂ. ആള് മടിച്ചിയായി. പിന്നെ കാര്യം അവൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പോയില്ലല്ലോ, അതുകൊണ്ട് അവൾ എന്നെ വട്ടം ചുറ്റിച്ചു. താഴെ കൊണ്ടുപോയിട്ട് പിന്നെ കേശുവിനെ കൂടെ വിളിച്ചോണ്ടിട്ടാ ഫുഡ് കൊടുക്കണം. കാര്യം കേശുവിനെ രാവിലെ പുറത്തോട്ട് 1 ബാത്റൂം 2 ബാത്റൂം ഒക്കെ പുറത്ത് പോയിട്ടൊക്കെ വന്ന് പിന്നെ റൂമിലാക്കും. പിന്നെ എല്ലാരെയും പിന്നെ അമ്മും കാണും അവിടെ. അമ്മുവിനെ കൂടെ വിളിച്ചിട്ടൊക്കെയാണ് ഒരുമിച്ച് ഫുഡ് കൊടുക്കാറുള്ളത്. അമ്മ മിക്കവാറും ഫ്രണ്ടിലോ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ കാണും. മിക്കവാറും ഇല്ലെങ്കിൽ വിളിക്കും. ഫുഡ് കഴിക്കാൻ നേരത്ത് വിളിക്കുമ്പോഴായിരിക്കും വരാറ്. ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളെങ്കിൽ ഞാൻ അത് കഴിഞ്ഞിട്ട് അമ്മുനെ വിളിക്കും. അപ്പോഴത്തേക്ക് ആള് വരും. അപ്പം എന്താ ഫുഡിന് കേശുവിന് ചിക്കനാണ് കേട്ടോ ക്രഷ് ചെയ്ത് വരവുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവന് ഡയറ്റ് കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഡയറ്റ് അനുസരിച്ച് കൊടുക്കണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് വയ്യാതായത് കാരണം ബാക്കി 2 പേർക്കും മീന് കൊടുക്കും. കേശുവിന് ചിക്കൻ മാത്രമേ കൊടുക്കാൻ പറ്റൂ, മീന് കൊടുക്കാൻ പറ്റത്തില്ല. മറ്റവർക്ക് മീനിന്റെ കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് ചിക്കനും കൊടുക്കാറുണ്ട്. എന്നിട്ട് എല്ലാവർക്കും ഓരോ സ്ഥലത്താണ് വെച്ചു കൊടുക്കുന്ന. കാര്യം തന്നെ ഇല്ലെങ്കിൽ കേശു മെയിനായിട്ട് തലയിടും. പെട്ടെന്ന് കേശു പൊക്കഴിയുമ്പം ഇവര് കഴിക്കത്തില്ല, ഇവരങ്ങ് മാറിക്കളയും. എന്നിട്ട് റൂമിനകത്ത് കേശുവിനൊരു സൈഡിൽ വെക്കും, കല്ലിനൊരു സൈഡിൽ വെച്ചു കൊടുത്തു ഞാൻ. അത് കഴിഞ്ഞിട്ട് അമ്മുവിന് ഫ്രണ്ടിലെടുത്തുണ്ട്. കാര്യം കല്ലുവിന് കൊടുത്തിട്ടാണ് അമ്മുവിന് കൊടുക്കുക. വേറൊന്നും കൊണ്ടല്ല, കല്ല് എപ്പോഴും ബാക്കി വെക്കും. ഇച്ചിരിയെ കഴിക്കാറുള്ളൂ ആള്. അപ്പം ബാക്കി വെക്കുമ്പോൾ പിന്നെ അത് വേസ്റ്റ് ആണ്. ആദ്യം കല്ലുവിന് കൊടുത്തിട്ട് പിന്നെ അമ്മുവിന് കൊടുക്കും. അമ്മു മിക്കവാറും ഫിനിഷ് ചെയ്ത് കഴിക്കാറുണ്ട്. അതാ ഈ കാണുന്നത് കുറച്ച് ദിവസമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇവിടെ വേറെ ആർക്കും അറിയില്ല. ക്യൂറാഗണയിൽ വീഡിയോ ചെയ്യുമ്പോൾ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയാതിരുന്നേ. ഗോപ്സ് പണ്ട് മുതൽക്കേ ഉള്ള ശീല എവിടെയെങ്കിലും ഒക്കെ വയ്യാണ്ടോ എന്തെങ്കിലും മുറിവൊക്കെ ആയിട്ട് അനിമൽസിനെയൊക്കെ കാണുന്നതിൽ PFAയിൽ വിളിച്ച് റെസ്ക്യൂ അറേഞ്ച് ചെയ്യുന്നത്.
അപ്പോൾ അവൾക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇവനെ ഒന്ന് ട്രീറ്റ് ചെയ്ത് നോക്കി. ഇപ്പോൾ ഇതൊരു റൂട്ടീൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവൻ്റെ ഫസ്റ്റ് ഉണ്ടായിരുന്ന ഒരു മുറിവ് നമുക്ക് യൂട്യൂബ് പ്രൈവസി ഇഷ്യൂ കാരണം നമുക്ക് ഇതിലിപ്പം കാണിക്കാൻ പറ്റാത്ത കേട്ടോ. ഇതിവിടെ ഉണ്ടായിരുന്ന ഒരു പറഞ്ഞില്ലേ കുന്നനുണ്ടോ ശിവം, വലിയ പ്രശ്നമൊന്നുമില്ല, ശല്യമില്ലാതെ അങ്ങ് പോകുന്ന ഒരു ടൈപ്പായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ആദ്യമൊന്നും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും, അങ്ങനെ ഫുഡൊന്നും വെച്ചൊന്നും കൊടുക്കില്ല, പക്ഷേ കാണൂല, ഇടയ്ക്കൊക്കെ വരുള്ളായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസമാണ് ഇങ്ങനെ കാതിൽ നല്ല മുറിവായിട്ട് ഇങ്ങനെ കണ്ടായിരുന്നു. നമുക്കിവിടെ പൂച്ചകളുള്ളതുകൊണ്ടാണ് ഓൾറെഡി പൂച്ചകൾ വെളിയിൽ നിന്ന് വരുന്നതെന്നൊക്കെ ആൾക്കാർ സംസാരിക്കും. അതുകൊണ്ടല്ല, നമുക്കറിയാം എല്ലാ കോമ്പൗണ്ടിലും എല്ലാ ഏരിയയിലും പൂച്ചകളുള്ളതല്ലേ. അപ്പം നമ്മൾ വളർത്തുന്നത് കൊണ്ട് വെളിയിൽ നിന്ന് വരുന്നു. ഇവിടെ വളർത്തുന്ന നമുക്കിവിടെ കല്ലു ഇത് ആൺപൂച്ചയാണ്, പെൺപൂച്ച ഉള്ളത് കൊണ്ട് വരും എന്ന് പറയും. പക്ഷെ നമ്മൾ 2 പെൺപൂച്ചകളെയും നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ സ്മെല്ല് എന്താ പറയുക, അവർക്ക് പീരീഡ്സ് ആവുന്ന ഒരു സ്മെല്ലടിച്ചാണ് സാധാരണ ആൺപൂച്ചകൾ വരുന്നത്. പക്ഷെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് നിർത്തിയിട്ടുള്ളത് കൊണ്ട് ഇവർക്ക് പീരീഡ്സ് ആവുന്ന സംഭവം അല്ലെങ്കിൽ ആ സ്മെല്ലടിച്ച് വരുന്ന അങ്ങനെയൊന്നുമില്ല. അപ്പം നോർമലി ഒരു സ്ഥലത്തുനിന്ന് മാറി അവർ വേറൊരു സ്ഥലത്ത് ഫുഡ് അന്വേഷിച്ച് വരുമ്പോൾ അങ്ങനെ അകപ്പെട്ട് പോണതാണ്. ഇവനും അങ്ങനെ വന്നതാണ്. വന്നിട്ട് അങ്ങനെ മുറിവായിട്ട് കണ്ടപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ എന്താ പറയാനിട്ട് അറിയാമല്ലോ, മുറിവ് അതിൻ്റെ പുറത്ത് ഈച്ച ഇരിക്കണുണ്ടായിരുന്നു. അതുവരെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഒരു ഇത് തോന്നി, എല്ലാവരും ഇങ്ങനെ ഓട്ടിക്കണുണ്ടായിരുന്നു, മുറിവ് ഉള്ളതുകൊണ്ട് എല്ലാവരും ഓട്ടിക്കണുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് മുറിവ് ഉണക്കി കഴിഞ്ഞാൽ അത് അതിൻ്റെ പാട്ടിന് പോവുമല്ലോ. ഇല്ലെങ്കിൽ മുറിവായിട്ട് നല്ല ഡീപ്പായിട്ട് തലയിലും കൂടെ കാതിൻ്റെ എവിടെയും കൂടെ ആയതുകൊണ്ട് നല്ല ഡീപ്പായിട്ട് തലയിൽ അത് ബാധിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ കിടന്ന് തന്നെ മരിക്കും, വേറെ എവിടേക്കും ചിലപ്പോൾ പോത്തുമില്ല. അങ്ങനെ ഇവിടെ കിടന്ന് മരിച്ചില്ല. മുന്നേ ഒരു പൂച്ച മരിച്ചപ്പോഴും അങ്ങനെ ഒരു സംസാരമൊക്കെ ഉണ്ടായി. എല്ലാം വന്നു കിടന്ന ഇവിടെയാണ് ചാവുന്നതെന്ന് പറഞ്ഞിട്ട്. നോർമലി എത്ര സ്ഥലത്ത് എത്ര പൂച്ചകൾ കിടന്ന് ചാവണുണ്ട്, നമുക്കത് പറയാൻ പറ്റില്ല. പൂച്ചകൾ മാത്രമല്ല, ഒരുപാട് മൃഗങ്ങൾ കിടന്ന് മരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതൊന്നും വേണ്ട, ഇതൊക്കെ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പാട്ടിലങ്ങ് പോകുമല്ലോ എന്ന് പറഞ്ഞാണ് മെഡിസിൻ വാങ്ങിച്ചത്. ഒരു ഫസ്റ്റ് ഈ മാസം ആദ്യം തൊട്ടാണ് കേട്ടോ ഞാൻ, ഇപ്പോൾ ഫെബ്രുവരി ആദ്യം തൊട്ടാണ് മെഡിസിൻ ഉണ്ടാകാൻ തുടങ്ങിയത്. ഞാൻ കമ്മ്യൂണിക്കേഷനാണ് അമൽ ഡോക്ടറില്ലേ, അമൽ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ച് ആൻറ്റിബയോട്ടിക് ഒരു മെഡിസിൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫുഡിൽ മിക്സ് ചെയ്ത് ഒരാഴ്ച കൊടുത്തു. അപ്പോൾ ഫുഡിൽ മിക്സ് ചെയ്ത് ഒരാഴ്ച കൊടുത്ത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇതൊരു നല്ല പൊടിയാണ് കേട്ടോ. ഞാൻ ഇവിടെ പൂച്ചയ്ക്കൊക്കെ മുറിവ് വരുമ്പോൾ ഇടും, മുറിവിനിടുന്ന പൊടിയാണ് നിയോസ്പോറിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പൊടിയും തട്ടി ഇപ്പോൾ 2 കുപ്പി, രണ്ടാമത്തെ കുപ്പി പൊടിയാണ് ഇപ്പോൾ ഇട്ടത്. നല്ലപോലെ മാറ്റമുണ്ട്, നല്ല ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ അവൻ്റെ വഴിക്ക് പൊക്കോളും, എവിടെയാണെന്ന് വെച്ചാൽ ഫുഡ് നോക്കി പൊക്കോളും. വയ്യാതെ ഇവിടെ കിടന്ന് മരിക്കണേക്കാട്ടി ഭേദം അതല്ലേ. ഒരു മനുഷ്യന് മുറിവായിരുന്നാൽ പോലും നമ്മൾ ആട്ടി ഓടിക്കുമോ, നമുക്കൊരു ഇത് തോന്നുമല്ലോ, സഹതാപം തോന്നുമല്ലോ. അങ്ങനെ ഒരു ഇതിൻ്റെ പുറത്ത് ചെയ്തതാണ്. അങ്ങനെ ഇപ്പം നല്ല ക്യൂർ ആയിട്ടുണ്ട്, അതുകൊണ്ടൊരു സന്തോഷമുണ്ട്. ഇനി അവൻ്റെ ഇതിലങ്ങ് പൊക്കോളും. 2-3 ദിവസം കൊണ്ട് പൊടി ഇടേണ്ടി വരുന്നു തോന്നുന്നു. ഇനിയിപ്പോൾ രാവിലെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കഴിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ പുട്ട് വേവിക്കാനായിട്ട് എന്തായാലും നനച്ച് അടുപ്പിൽ വെക്കാം, അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പിന്നെ രാവിലെ തലേദിവസം കുതിർത്ത കുറച്ച് നട്ട്സ് വെച്ചിട്ട് ഷേക്കായിട്ട് സ്മൂത്തി പോലെ ഉണ്ടാക്കും കേട്ടോ. അതിന് ഒന്നുമില്ല, കാഷ്നട്ട്, ബദാം, പീനട്ട്, പിന്നെ വാൽനട്ട് ഇത്രയിട്ട് കൂട്ടത്തിൽ കുറച്ച് 2-3 ഡേറ്റ്സും പഴവും കൂടെ ഇട്ടിട്ട് പാലൊഴിച്ചിട്ടാണ് ഷേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എപ്പോഴും അതും കൂടെ കഴിക്കാറുണ്ട്. ആദ്യം കുറച്ച് വെള്ളം ജസ്റ്റ് ഒന്ന് അരയാൻ വേണ്ടി ഒഴിച്ചിട്ടാണ് പാല് ചേർത്ത് എടുക്കാറുള്ളത്. കാര്യം എന്ന് വെച്ചാൽ പാൽ ആദ്യമേ ഇട്ട് അരച്ചെടുക്കുമ്പോൾ ഭയങ്കര ഒരു പത പോലെ വരും, അപ്പോൾ അതെന്തോ ഒരു ഇഷ്ടക്കേട് പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ശകലം വെള്ളം മിക്സ് ചെയ്ത് നല്ല ഒന്ന് സ്മൂത്ത് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് പിന്നെ പാലൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത് ഞാൻ. അത് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ. ഓരോരുത്തരുടെ ടേസ്റ്റ് പോലെ ഇരിക്കും. അപ്പോൾ പുട്ടിന് ആവി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പുട്ടെടുത്തിട്ട്
കഴിക്കാനായിട്ട് പോകണം. പുട്ട് വാങ്ങി, മുട്ടക്കറി അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പുട്ട് പിന്നെ ചൂടോടെ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് പിന്നെ പാത്രമൊക്കെ എപ്പോഴും അതിലാണ് കേട്ടോ കഴുകി തരുന്നത്. ഞാൻ ചെയ്യാന്ന് പറഞ്ഞാലും കേൾക്കാറില്ല. ഭയങ്കര അങ്ങനെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഒക്കെ ഉണ്ട് അതിൽ ഭയങ്കരമായിട്ട്. ഇനിയിപ്പോ എന്താ ഉച്ചയ്ക്കുള്ള കറിക്ക് അമ്മയ്ക്കെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചു കൊടുക്കാന്ന് കരുതി. അപ്പൊ പിന്നെ അമ്മ വെച്ചോളൂ. അപ്പൊ കട്ട് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചു കൊടുത്താല് അമ്മ കറിയൊക്കെ വെക്കും. അങ്ങനെ കട്ട് ചെയ്യാൻ വെള്ളരിക്ക കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടി വെള്ളരിക്ക അരിയണം. പിന്നെ തോരൻ വെക്കാൻ തോരത്തിനുള്ള അരിയണം. അങ്ങനെ എല്ലാം കട്ടിങ് പരിപാടിയിലേക്ക് പോവാണ്. കുറച്ചു നേരം ഞാൻ നിന്ന് കട്ട് ചെയ്തു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കാല് വേദന എടുത്തു. പിന്നെ ഞാനൊരു സ്റ്റൂൾ എടുത്തിട്ടൊന്ന് ഇരുന്നിട്ട് കട്ട് ചെയ്തു. പിന്നെ കുറച്ചു നേരം അങ്ങനെ ഇരുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ആയപ്പോഴത്തേക്ക് അതിൽ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അതിലും കൂടെ കൂടിയായിരുന്നു കട്ട് ചെയ്യാനായിട്ട്. പിന്നെ ബാക്കി കുറച്ച് അതിലാണ് കട്ട് ചെയ്ത് തന്നത്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചിക്കൻ കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എടുത്തിടുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റിന്റെ കൂടെ തൈര്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൊടി എല്ലാ പൊടികളൂടെ ഇട്ട് ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ വരവി കുറച്ചു നേരം ഫ്രിഡ്ജിനകത്ത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പൊ വച്ച ശേഷം പിന്നെ കുളിച്ചിട്ടൊക്കെ വന്നത് ഫ്രൈ ചെയ്ത് കഴിക്കാനും മുന്നേ ഫ്രൈ ചെയ്യുമ്പോൾ ചൂടോടെ കഴിക്കാമല്ലോ എന്ന് വെച്ച് കുളിച്ചിട്ട് വന്നിട്ട് ഫ്രൈ ചെയ്യാന്ന് കരുതി ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഞങ്ങൾ കുളിക്കാനായിട്ട് എന്തായാലും മുകളിൽ വന്നു. അപ്പോഴത്തേക്ക് യേശുവിനെ കൂടെ എന്തായാലും റൂമിലോട്ട് കൊണ്ടുവരില്ലെങ്കിൽ താഴെ അവൻ ഒറ്റയ്ക്ക് കിടക്കണ്ടേന്ന് വെച്ചിട്ട് അവൻ എപ്പോഴും റൂമിലാണല്ലോ കൂടുതൽ ഇട്ടേക്കാറ്. അങ്ങനെ ഓഫ് ഡേ അവധിയുള്ള ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓയിൽ മസാജ് തലയിൽ ചെയ്യാറുണ്ട്. അങ്ങനെ നല്ലതുപോലെ അതിലെനിക്ക് ഓയിൽ മസാജ് ഒക്കെ ചെയ്ത് തന്നു. ബാക്കി ദിവസങ്ങളിലൊക്കെ ഓയിൽ ഇടുന്നതൊക്കെ അങ്ങനെ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് കിട്ടുന്ന ദിവസം നല്ലപോലെ ഓയിൽ മസാജ് സ്കാൽപ്പിലൊക്കെ ചെയ്യും. പിന്നെ എനിക്കുള്ളൊരു സ്കിൻ കെയർ റുട്ടീൻ ആട്ടോ ഈ നാൽപ്പാമരാതിയുടെ എണ്ണ ഇടുന്നത്. കാര്യം വേറെ പ്രൊഡക്ട്സോ വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. കാര്യം ഭയങ്കര ആക്നി പ്രോണാണ് എൻ്റെ സ്കിൻ എന്ന് പറയുന്ന. ഇടയ്ക്ക് ഭയങ്കരമായിട്ട് 3-4 വർഷം വരെ ആക്നിക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് പിമ്പിൾസ് ഉണ്ടായിരുന്നു ഫുള്ള്. അപ്പം അതുകൊണ്ട് നാൽപ്പാമരാതിയുടെ ഓയിൽ മാത്രമേ ഇടാറുള്ളൂ. അത് ജസ്റ്റ് കുളിക്കുന്നതിന് മുന്നേ ഫേസിലും നെക്കിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് അങ്ങ് കുളിക്കും. ഇത് ടാൻ പോകാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആണ്. ഒരിടയ്ക്ക് വണ്ടിയൊക്കെ ഓടിച്ച് നല്ല ടാനൊക്കെ കയ്യിൽ വന്നപ്പോൾ ഈ ഓയിൽ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് അത് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നോട്ടുള്ളൊരു ശീലമാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ കുളിച്ച് കയറിയിട്ട് എപ്പോഴും രാസ്നാദി ഇടാറുണ്ട് ഞാൻ. കാര്യം പെട്ടെന്ന് നീര് താഴ്ന്നിട്ട് പെട്ടെന്ന് ജലദോഷം പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതിന് രാസ്നാദി ഇടും. കേശു ഇങ്ങനെ എപ്പോൾ ഡോർ തുറക്കും നോക്കി കാത്തിരിക്കും. പിന്നെ ഞങ്ങളൊന്ന് കട്ടിലിരുന്നപ്പോൾ ഞങ്ങളിവിടെ വന്ന് കൂടിയിട്ട് കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ചു നേരം കളിച്ചൊക്കെ ഇരിക്കും. എപ്പോഴും അവന് കാലിൻ്റെ അടുത്ത് വന്നിരിക്കുന്നതാണ് അവൻ്റെ ഒരു ഹാബിറ്റ്. കാലിൻ്റെ അടുത്തേ വന്നിരിക്കത്തുള്ളൂ എപ്പോഴും. ചില സമയത്ത് കാലിൻ്റെ കളിച്ച് കാലിൽ ഇങ്ങനെ കടിക്കുകയൊക്കെ ചെയ്യും. വേദനിക്കൊന്നും ഇല്ല. കണ്ട അതിലൊരു കടിയും കിട്ടിയവൻ ഇടയ്ക്ക്. ചുമ്മാ ഇറിറ്റേറ്റ് ആകുമ്പോൾ അവൻ കടിക്കുന്നതാ. കുളിച്ചിട്ട് തോർത്തൊക്കെ വിരിച്ചിട്ട് നോക്കിയപ്പോഴാണ് നമ്മുടെ കല്യാണി വീണ്ടും അപ്പുറത്തെ പെരടുത്ത് പോയി കിടപ്പുണ്ട്. അവൾ ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ അവൾക്ക് പിടിക്കാനായിട്ട് എലിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാന്ന് നോക്കി ഇരിക്കുന്നതാണ്. ഇപ്പോ കുറച്ച് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ ആള്. അത് കഴിഞ്ഞ് പൊട്ടൊക്കെ വെച്ചൊന്ന് സുന്ദരിയാവാന്ന് കരുതി ഞാൻ. അപ്പൊ നമുക്കുള്ളൊരു ഹാബിറ്റ് ഇപ്പം ചെസ് ബോർഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പൊ ചെസ് കളിക്കും. അതുപോലെ തന്നെ എൻ്റെ ബാക്കിൽ ലുഡോയും പാമ്പുകെട്ടയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കളിക്കും. കുറച്ച് ടൈം പാസിന് നമുക്കൊരു കുറച്ചൊരു റിലാക്സേഷനും ആവുമല്ലോ, നല്ല രസമാണ്. അപ്പം അതൊരു ഭയങ്കര ശീലമായി. ഡെയിലി ഒരു തവണയെങ്കിലും ഏതെങ്കിലും ഒരു ഗെയിം കളിക്കാനായിട്ട് ടൈം കണ്ടെത്താറുണ്ട്. അങ്ങനെ നമ്മൾ ചെസ് കളിക്കാന്ന് പറഞ്ഞിരുന്നു. പണ്ട് കുഞ്ഞിലെ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിലെ വീട്ടിൽ അച്ഛൻ അങ്ങനെ ചെസ് പഠിപ്പിച്ചെന്ന് അങ്ങനെ കളിച്ച് തുടങ്ങിയതാണ് ചെസ് കളിക്കാനായിട്ട്. അപ്പൊ എന്താ അതൊരു ശീലമായി, ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഈ ഇടയ്ക്ക് അങ്ങനെ ചെസ് ബോർഡ് വാങ്ങി ഞാനും അതിലുമായിട്ട് കളിക്കാന്ന് വിചാരിച്ച് ചെസ് ബോർഡ് വാങ്ങിയതാ. തോറ്റുപോയി ഗൈസ്, കുഴപ്പമില്ല. അടുത്ത കളിയിൽ ഞാൻ എല്ലാ കളിയിലും ഞാൻ തോക്കാറാണ് പറഞ്ഞത്. ഞാൻ ജയിക്കും. ഇതിന്റെ ബാക്കിലെ ഞാൻ കാണിച്ചു തരാം. ചെസ് ഈ ലൂഡോ കളിയിൽ ഞാനാണ് ജയിക്കുന്നത്. ഞാനാണ് എല്ലാ വട്ടവും വെക്കുന്നത്. ലൂഡോയിൽ ഞാനായിരിക്കും ജയിക്കുന്നത്. ചെസ്സിൽ എന്റെ ഭാര്യയായിരിക്കും ജയിക്കുന്നത്. അങ്ങനെ ഞാൻ ജയിച്ചു ഗൈസ്. ചെസ് ഞാൻ ജയിച്ചു.
പക്ഷെ ഞാൻ എപ്പോഴും തോക്കുന്ന ഒരു കളിയുണ്ട് കേട്ടോ, ലൂഡോ. അതിലാണ് ജയിക്കുന്നത്. ഇത് എന്താ, എന്നെ എപ്പോഴും വെട്ടി കൊണ്ടുവന്ന് ബാക്കിലിരുത്തും ലൂഡോയിൽ. അപ്പം ഞാൻ ചെസ്സിൽ എപ്പോഴും അതിൽ തോപ്പിക്കും. വല്ലപ്പോഴൊക്കെ അതിലും ജയിക്കും ചെസ്സിൽ. അങ്ങനെ നമ്മുടെ കളി ഇവിടെ ഫിനിഷായി. ഇനി നമുക്ക് പോയി ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചത് അടുത്തന്നെ ഫ്രൈ ചെയ്യായിരുന്നു. ബാക്കി കറി കരിഞ്ഞ് വെച്ചിട്ടുള്ള അമ്മ സെറ്റാക്കിയിട്ടുണ്ടാകും. പോവാ. ചിക്കൻ ഇടാമെന്ന് വന്നപ്പോഴത്തേക്ക് അമ്മ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കേട്ടോ. അടുത്ത് സെറ്റാക്കി ഫ്രിഡ്ജ് വെച്ചിട്ട് പോകുന്നു. അമ്മ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിവർ ഫ്രൈ ചെയ്യണം, അതിൽ കഴിക്കില്ല കേട്ടോ ഈ സാധനം. ലിവർ അതൊന്നും ഇഷ്ടമല്ല. അപ്പം അത് ഞാൻ മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ ചോറ്, ചിക്കൻ ഫ്രൈ, കിച്ചടി, തോരൻ, മീൻകറി, ഒഴിക്കാനായിട്ട് രസം എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കുകയാണ്. ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തണ്ണിമത്തം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ തണ്ണിമത്തം കട്ട് ചെയ്ത് കഴിക്കാൻ കരുതി. ചൂടും മാറും എരിവും മാറും. അങ്ങനെ ഞങ്ങൾ തണ്ണിമത്തം കട്ട് ചെയ്ത റൂമിൽ പോയി അവിടെ നിന്ന് കഴിച്ചു. ഇതിനിടയിൽ കല്ലുക്കേശു അമ്മൂനൊക്കെ ചോറൊക്കെ കൊടുത്തു കേട്ടോ. അത് പിന്നെ എടുക്കാത്തതാണ്. എല്ലാം കൂടെ രാവിലെയും കൊടുക്കുന്ന കാണിച്ചല്ലോ. അപ്പം ഉച്ചയ്ക്ക് എന്തായാലും അവർക്ക് കൊടുത്തിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. പിന്നെ റൂമിൽ നിന്ന് തണ്ണിമത്തം കഴിച്ചു. ചോറ് കഴിച്ച് ഞങ്ങൾ കുറച്ചേരം ഉറങ്ങിയിട്ട് ഈവനിങ് എണീച്ചു കേട്ടോ. എണീച്ച ശേഷം ടെറസിൽ കുറച്ചേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്താൽ ശേഷം ഇടയ്ക്ക് ഇങ്ങനെ ഒരു പ്ലേ ടൈം കൊടുക്കണം കേട്ടോ. അവ അധികം അങ്ങനെ പുറത്ത് വിടാത്തത് കൊണ്ട്, പോകാത്തത് കൊണ്ട് അവന് എപ്പോഴും അകത്ത് തന്നെ ആയതുകൊണ്ട് കുറച്ചൊന്നും ഇതാവാൻ വേണ്ടിയിട്ട് അവൻ എപ്പോഴും ഇങ്ങനെ പ്ലേ ടൈം കൊടുക്കും. എന്നെ കേൾക്കണം കേട്ടോ, അവനെ വിളിച്ചൊന്ന് നോക്കണത്. അവൻ താഴ്ന്ന് കളിച്ചിട്ട് നേരെ ഒറ്റ ഓട്ടം മുകളിലോട്ട് ഓടും. എന്നിട്ട് നമ്മൾ കയറി പോകാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഏത് ലൊക്കേഷൻ? ഈ ലൊക്കേഷനാ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഇൻട്രോ എടുത്ത ലൊക്കേഷൻ. ഇവിടെ വെച്ചാണ് എടുത്ത ഇൻട്രോ വീഡിയോ. നല്ല വെട്ടമുണ്ട് ഇവിടെ. നല്ല വെട്ടമാണ്. അധികം മരങ്ങൾ ഇങ്ങനെ പൊങ്ങിയിട്ട് മറയാനില്ലാത്തത് കൊണ്ട് നല്ല വെട്ടമുണ്ട്. അപ്പൊ നമ്മൾ കയറി വരണോണ്ട് കല്ല് അവിടെ നിന്ന് കല്ലും കൂടെ കയറി വന്നു. ഇനി ഇവർ രണ്ടുപേരും ഇവിടെ നിന്ന് കളിക്കും കേട്ടോ. കല്ലുവിന് ഭയങ്കര ഒരു മൂഡ് എന്നാലേ കളിക്കത്തുള്ളൂ. ഐസ്ക്രീം ബോളൊക്കെ ഇട്ട് കൊടുത്താണ് കേശു കൂടുതലും കളിക്കുന്നത്. അവന് ഭയങ്കര ഇഷ്ടമാണത്. പിന്നെ ഇവിടെ നല്ല സ്പേസും കൂടെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഓടാനൊക്കെ പറ്റുന്നുള്ളതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് മുകളിൽ വന്ന് കിടന്ന് ഓടാനൊക്കെ ആയിട്ട്. അവനെ കൊടുത്തു. ഇവരുടെയൊക്കെ കൂടെ നമ്മൾ കളിക്കുമ്പോൾ നമുക്കും കുറച്ച് ടൈം പോവും, സ്ട്രെസ് ഫ്രീ ആവും, മൈൻഡ് റിലാക്സ് ആവും. സോ അതുകൊണ്ട് കിട്ടുന്ന ടൈമല്ല നമ്മൾ അവരുടെ ഇങ്ങനെ ബോളിൽ കളിക്കും. പിന്നെ എനിക്കും ചില്ലാണ്, നല്ല രീതിയിൽ സമയം പോവും. എനിക്കോ ഗോപുവിനായാലും. കുറെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴോട്ട് വന്നു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ചായ ഇട്ടോണ്ടിരിക്കുക. കൂട്ടത്തിൽ കല്ലും കൂടി വന്നായിരുന്നു. കല്ലുവിൻ്റെ ശീലം എന്ന് വെച്ചാൽ കുറെ നമ്മൾ ഫുഡ് കൊടുക്കുന്ന ടൈമിൽ കുറച്ച് കഴിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും വിശക്കും, വീണ്ടും വരും. ബാക്കിയുള്ളവരെ പോലെയല്ല, കല്ലു ഇച്ചിരി ഡിഫറെൻ്റാണ്. കുറച്ച് കഴിക്കും, കുറെ കഴിഞ്ഞ് വിശപ്പ് വരും, വീണ്ടും വരും. അതാണ് ശീലം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു നോർമൽ ഡേ ഇൻ അവർ ലൈഫ്. പ്രത്യേകിച്ച് പരിപാടിയോ പ്ലാനിങ്സ് ഒന്നും ഇല്ലാത്തൊരു ഡേ ഇൻ അവർ ലൈഫാണ്. നോർമൽ വീട്ടിലെ കാര്യങ്ങൾ തന്നെയാണ്. അതെല്ലാം എന്തായാലും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്.
പിന്നെ ഈവനിങ് ടീയോടുകൂടി നമ്മൾ ഡേ ഇൻ അവർ ലൈഫ് ടുഡേ നിർത്താണ്. ഇവിടെ നമ്മളൊരു ഈവനിങ് എപ്പോഴും നമ്മളിവിടെ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. നമ്മുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. നല്ല രസമാണ്. നല്ല രസമാണ്. പിന്നെ എന്താ ഇനിയിപ്പോൾ നൈറ്റുള്ള കുക്കിംഗ്, നൈറ്റ് വേറൊന്നുമില്ല, ഫുഡ് കഴിക്കുക, ഉറങ്ങുക, അത് തന്നെ പരിപാടി. പിന്നെ അതും കൂടെ എടുത്തിട്ടുണ്ട് കുക്കിംഗ് ഉള്ള ഒരുപാട്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ വേറൊരു ചെയ്യാം. പിന്നെന്താ 1K സബ്സ്ക്രൈബേഴ്സ് ആവാറായി. ഒരുപാട് സന്തോഷം. നമ്മള് വിചാരിച്ചു കൂടിയില്ല ഇത്രയും. 5 മാസം കൊണ്ടാണ്. നമ്മള് ഒക്ടോബർ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചും കൂടി വീഡിയോ കൂടുതലിട്ടത്. ഷോർട്സ് കണ്ടിന്യൂഷൻ ആയിട്ട് വന്നത് ആ ടൈം തൊട്ടാണ്. അപ്പോൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എനിവേ അതുവരെ ബൈ. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.